നമസ്കാരം. ഇന്നൊരു ഫാറ്റ് ബേണിംഗ് റെസിപ്പി ആയാലോ? ഫാറ്റ് ബേണിംഗ് റെസിപ്പി എന്ന് പറയുമ്പം കൊഴുപ്പിനെ അലിയിച്ച് കളയുന്ന റെസിപ്പി. വളരെയധികം റെസിപ്പികൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും ചില വ്യത്യാസങ്ങളോടുകൂടി ഒരു പുതിയ റെസിപ്പി. അപ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയം തന്നെയാണെന്ന് എനിക്കറിയാം. കാരണം വയറ് ചാടുക, അമിതവണ്ണം ഉണ്ടാവുക, ഇതൊക്കെ സ്ഥിരം പരിപാടികളാണല്ലോ എല്ലാവർക്കും. എന്ത് വിചാരിച്ചാലും മാഡം ഞങ്ങളുടെ വയറ് കുറയുന്നില്ല, വണ്ണം കുറയുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന കൂട്ടരെയാണ് ഞാൻ എന്നും കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാകട്ടെ ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിൾ ആൻഡ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു റെസിപ്പി. ഈ അമിതവണ്ണം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കുറേയൊക്കെ നമ്മുടെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെയാണ്. പിന്നെ കുറച്ചൊരു പാരമ്പര്യമുണ്ട്. എങ്കിൽ കൂടിയും എപ്പിജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ഘടകം ഉള്ളതുകൊണ്ട്, ഇപ്പോൾ എൻ്റെ കാര്യം, എൻ്റെ അമ്മയ്ക്കും അച്ഛനും നല്ല വണ്ണമുള്ളവരായിരുന്നു. പക്ഷേ നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു കൺട്രോൾഡ് ഡയറ്റ് പ്ലാനും കൺട്രോൾഡ് ലൈഫ് സ്റ്റൈലും നോക്കിയത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അധികം വണ്ണം വയ്ക്കാതെ ഒരുവിധം രക്ഷപ്പെട്ട് നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും അത് അവർ ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമം വേണം നമ്മുടെ ഭാഗത്തു നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എപ്പോഴും ഞാൻ പറയാറുണ്ട്. എത്രയോ വീഡിയോസിൽ ഇതിനെക്കുറിച്ച് ഘോരം പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് നോക്കുക. വീഡിയോസ് ഒന്ന് മറിച്ച് നോക്കുക, പഴയ വീഡിയോസൊക്കെ കേട്ട് നോക്കുക. കൊഴുപ്പുമായിട്ട് ബന്ധപ്പെട്ട അമിതവണ്ണത്തെക്കുറിച്ചുള്ള വളരെയധികം റെസിപ്പികൾ, അതുപോലെ തന്നെ കൊളസ്ട്രോൾ, BP, അമിതവണ്ണം, ഫാറ്റി ലിവർ, ഇവയെല്ലാം തന്നെ റിലേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ വണ്ണം ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യമാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്തുകൊണ്ട് വരുന്നു? അന്നജപ്രധാനമായ ഭക്ഷണത്തിൽ നിന്ന് വരുന്നു, ലാക്ക് ഓഫ് എക്സസൈസിൻ്റെ അകത്തു നിന്ന് വരുന്നു. അന്നജപ്രധാനമായ ഭക്ഷണം കുറച്ചുകൊണ്ട് പോഷകപ്രധാനമായ ഭക്ഷണത്തിലേക്ക് മാറുകയും വളരെയധികം നാരുകൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുകയും മൈക്രോഫ്ലോറയുടെ ഭക്ഷണം കൊടുക്കുകയും ഒക്കെ ചെയ്താൽ 100% നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പലരും പറയും റെസിസ്റ്റൻറ്റ് ഫാറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെ ശരീരത്തിൽ. പലരും ഇത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഹെൽത്ത് ക്ലബ്ബിൽ പോകുന്നു, ഭക്ഷണം നോക്കുന്നു, എങ്കിലും വെയിറ്റ് കുറയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. പല കാരണങ്ങളെന്ന് പറഞ്ഞാൽ നമ്പർ 1 ആണ് മെൻറ്റാലിറ്റി. നമ്മളൊരു പോസിറ്റീവ് ആവണം. എപ്പോഴും ടെൻഷൻ, സ്ട്രെസ്ഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ, സ്ട്രെസ്ഡ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഒരിക്കലും വണ്ണം കുറയത്തില്ല. കാരണം ഇവർക്ക് എപ്പോഴും ഈ ടെൻഷനാണ്. ടെൻഷൻ കൊണ്ട് എന്ത് പറ്റും? കോർട്ടിസോൾ വെളിയിൽ വരും. കോർട്ടിസോൾ വരുമ്പോൾ വീണ്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായാൽ ഒരിക്കലും വെയിറ്റ് കുറയില്ല, വെയിറ്റ് കൂടിക്കൊണ്ടേയിരിക്കും. അത് പ്രത്യേകിച്ചും ഈ അബ്ഡോമിനൽ ഏരിയയിൽ നമ്മളെ വയറിന് ചുറ്റും നന്നായിട്ട് വണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിന് പകരം സ്ട്രെസ് ഫ്രീ ലൈഫ്, അതിന് യു ഹാവ് ടു പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂയിങ് തെറാപ്പി, മറ്റുള്ള ഇതിന് മുമ്പുള്ളൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു, ചൂയിങ് തെറാപ്പി, എക്സസൈസ്, ഇവയെല്ലാം. അതുപോലെ ശരിക്കും നല്ല ഉറക്കവും വേണം. ഉറക്കം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 6 to 7 hours എങ്കിലും 6 മുതൽ 7 മണിക്കൂർ വരെ എല്ലാ ദിവസവും ഉറങ്ങുന്ന ഒരു ശീലവും ഉണ്ടാവണം എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതക്രമത്തിലാണ് നമുക്ക് റെഗുലറായിട്ട് നല്ല സിസ്റ്റമാറ്റിക്കായിട്ട് വെയിറ്റ് കുറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി കുറച്ചൊരു എഫേർട്ട് ഇടണം നമ്മുടെ ഭാഗത്ത് നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൽ മൈൻഡ് ഹോൾഡ്സ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. നമ്മുടെ മനസ്സ് ഏറ്റവും പ്രധാനമാണ്. ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക്, ഒരു ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഇത് രണ്ടും അത്യാവശ്യമാണ്. അപ്പോൾ തീർച്ചയായും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആഹാരത്തിൽ എല്ലാ ദിവസവും ഒരു ഫാറ്റ് ബേണിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് കുടിച്ചാലോ? നല്ലതല്ലേ? അപ്പോൾ ഇത് രാവിലെ എല്ലാവർക്കും വെറും വയറ്റിൽ കുടിക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ്. പിന്നെ വയറിനകത്ത് ചിലർക്ക് കുറച്ച് ഇങ്ങനെയുള്ള ചില ലൈം ജ്യൂസ് അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനിഗറൊക്കെ ഉപയോഗിക്കുമ്പം എരിച്ചിലോ നീറ്റലോ ഉള്ളവർ ഇൻ ബിറ്റ്വീൻ കഴിച്ചാൽ മതി. ഒരു 11 മണിയോടുകൂടിയോ അല്ലെങ്കിൽ ഒരു 3 മണിയോടുകൂടിയോ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഗുലറായിട്ട് പലരും ചോദിക്കും, എത്ര പ്രാവശ്യം കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം? ഇവയൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് വീഡിയോയിൽ, പക്ഷേ പലരും അത് ശ്രദ്ധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ദിവസം ഒരു നേരമെങ്കിലും ആഹാരത്തിന് തൊട്ട് മുമ്പ് കഴിക്കുക. തൊട്ട് മുമ്പ് കഴിക്കുക എന്ന് പറയുമ്പോൾ വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളത് അത് പറ്റിയില്ല. അങ്ങനെ പ്രശ്നമുള്ളവർ 11 മണിക്ക് കഴിക്കുക, അല്ലെങ്കിൽ 3 മണിക്ക് കഴിക്കുക, നോ പ്രോബ്ലം. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അതോ ആനുപാതികമായിട്ട് മറ്റുള്ള ഡയറ്റും ശ്രദ്ധിക്കണം. ഈ കലോറി കുറഞ്ഞിട്ടുള്ള ഡയറ്റ് പ്ലാൻ, നമ്മൾ ഇതിനകത്തുള്ള LK ഡയറ്റ് പ്ലാൻ നോക്കണം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. പിന്നെ നമുക്ക് ഇതിന്
കൂടാതെ വെറും വയറ്റിൽ കരിഞ്ജീരക ചായ കിടപ്പുണ്ട്, പെരിഞ്ജീരക ചായ കിടപ്പുണ്ട്. എന്തൊക്കെ റെസിപ്പികളാണ് ഇതിനകത്ത് 10-315 വീഡിയോസായി ഇപ്പം. ഇതൊക്കെ തന്നെയും ബേസ്ഡ് ഓൺ ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ മാറ്റിയും തിരിച്ച് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചേരുവകളെന്ന് പറഞ്ഞാൽ ഇത് ജീരകവെള്ളമാണ്. ജീരകവെള്ളത്തിൽ ഞാൻ ഒരു ടീ ബാഗ് ഇട്ടിട്ടുണ്ട്, ഗ്രീൻ ടീയുടെ ബാഗ് ഇട്ടിട്ടുണ്ട്. മനസ്സിലായി? അപ്പോൾ ഇത് 2 ഇൻഗ്രീഡിയൻറ്റ് ഒരുമിച്ചാണ്. ജീരകവെള്ളം ഞാൻ തിളപ്പിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, പെരുംജീരകമല്ല, നല്ല ജീരകം അടുപ്പിൽ തിളപ്പിച്ച് എടുത്തതാണ് ഈ വെള്ളം. അതിനകത്തേക്ക് ഒരു ഗ്രീൻ ടീ ഇട്ടു. അപ്പോൾ അതാണിത് നമ്മുടെ ബേസ്. പിന്നെ അതിനകത്ത് ചിയ സീഡ് ഒരു 10 ഗ്രാം വെള്ളത്തിൽ കുതിർത്തതുണ്ട്. പിന്നെ ആപ്പിൾ സിഡർ വിനിഗറാണ്. ആപ്പിൾ സിഡർ വിനിഗർ 10 ml എടുത്തിട്ടുണ്ട്. ഇഞ്ചി നീര് ഒരു 5 ml. പിന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു 10 ml നമുക്കെടുക്കാം. പിന്നെ കുരുമുളക് പൊടി, വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചേരുവകൾ, ഇന്നത്തെ ഫാറ്റ് ബേണിംഗ് ഡ്രിങ്കിൻ്റെ ചേരുവകൾ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് ജസ്റ്റ് മിക്സ് ആൻഡ് സെർവ് ആണെന്ന് അറിയാമല്ലോ. നമ്മുടെ എല്ലാം മോസ്റ്റ് സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണല്ലോ നമുക്ക്. അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഗ്രീൻ ടീ ബാഗ് എടുത്ത് മാറ്റുന്നു. പിന്നെ ഇതിനകത്ത് ജീരകം വെള്ളമാണിത്, അതിലേക്ക് നമുക്ക് ചിയ സീഡ് ചേർക്കാം. ചിയ സീഡ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ ഒരു 30 ml വെള്ളത്തിൽ 10 ഗ്രാം ചിയ സീഡ് ഇട്ടതാണിത്. അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അങ്ങ് കണ്ടോ എല്ലാം വീർത്ത് വരും. ഇത്ര കലോറി, പോഷകങ്ങളുടെ കലോറിയാണ് ചിയ സീഡ്. ചിയ സീഡ് എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയാൽ തന്നെ പല അസുഖങ്ങളും മാറും. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഭക്ഷണത്തിൽ ഇതുപോലെ ഒരു 10 ഗ്രാം ചേർത്താൽ മതി. ഞാൻ എല്ലാ ദിവസവും മുട്ടയ്ക്കകത്ത് ചേർത്താണ് കഴിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇത്തിരി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് സൂപ്പറാണ്. 10 ml ചേർത്തു. ഇനി ആപ്പിൾ സിഡർ വിനിഗർ 10 ml. ഇഞ്ചി നീര് ഒരു 5 ml മതി. കുരുമുളക് പൊടി, വെർജിൻ ഓയിൽ, വെർജിൻ കോക്കനട്ട് ഓയിൽ ഒരു 5 ml 10 ml ചേർക്കാം. വളരെയധികം നല്ല മലശോധന ഇല്ലാത്തവർക്ക് ഇതൊരു 10 ml 15 ml ചേർക്കാം. മലശോധന ഉള്ളവർക്ക് ഒരു 5 ml ആയാലും മതി, ചിലപ്പോൾ അല്ലെങ്കിൽ വയറിളകും. ഇതിനകത്ത് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി ലേശം ചേർക്കാവുന്നതാണ്. ഉപ്പ് ചേർക്കാതിരിക്കുന്നത് BP ഉള്ളവരൊക്കെ ഉപ്പ് ചേർക്കാതെ കഴിക്കുന്നതായിരിക്കും നല്ലത്. കണ്ടിട്ട് കൊള്ളാമല്ലേ? നമുക്കിപ്പോൾ എന്തായാലും അമിതവണ്ണമുള്ളവർ ഇത് കഴിക്കുമ്പോൾ കുറച്ചത്ര വലിയ ടേസ്റ്റൊന്നുമില്ല, കുറച്ചൊരു ബിറ്റർ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഉപ്പും ഇല്ലല്ലോ. ഇച്ചിരി കഠിനമാണ് കേട്ടോ, വലിയ ടേസ്റ്റൊന്നുമില്ല, ഉള്ള കാര്യം ഞാൻ പറയാം. പക്ഷേ ഇത് കുടിച്ചാൽ എക്സലൻറ്റ് പരിപാടിയായിരിക്കും. നിങ്ങൾക്ക് വെയിറ്റ് കുറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതോടൊപ്പം നിങ്ങൾ മറ്റുള്ള കാര്യം എൻ്റെ LK ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്തോണം. LK ഡയറ്റ് പ്ലാൻ അറിയാമല്ലോ. കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച്, ഫാറ്റും പ്രോട്ടീനും ഒക്കെ കൂടുതലാക്കി, വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതുപോലെ ചേർക്കുക, 3 നേരം നിറയെ സാലഡ്സ് കഴിക്കുക. അങ്ങനെ വ്യായാമം, ചൂയിങ് തെറാപ്പി, യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ ഒക്കെ തന്നെ അടങ്ങിയ ഒരു LK ഡയറ്റ് പ്ലാൻ ഫുൾ റെസിപ്പിയാണത്. അപ്പോൾ റെസിപ്പിയല്ല, ഒരു PDF ഫയലാണ്. അപ്പോൾ അതെൻ്റെ പുസ്തകത്തിലും അതുകൊണ്ട്. എൻ്റെ 3ാമത്തെ പുസ്തകം പ്രമേഹവും ജീവിതശൈലി രോഗങ്ങളും, ഭക്ഷണം തന്നെ പരിഹാരം, ആഹാരം തന്നെ പ്രതിവിധി എന്ന് പറഞ്ഞ് പുസ്തകം 3ാമത്തെ എഡിഷനാണ് ഇപ്പം പോകുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലുണ്ടാവും, അല്ലെങ്കിൽ മനോരമ ബുക്സിലുണ്ട്. എവിടെ വേണമെങ്കിലും പോയി അത് ബുക്ക് വാങ്ങാം. അതിനകത്ത് ഈ റെസിപ്പി ഉണ്ട്, ഈ ഒരു LK ഡയറ്റ് പ്ലാനും ഉണ്ട്. അപ്പോൾ അത് മാത്രമല്ല പല അസുഖങ്ങളും പല രീതിയിൽ സിമ്പിളായിട്ട് മാറ്റുന്ന ചികിത്സാ പ്രക്രിയയുടെ ചികിത്സാ അനുഭവങ്ങൾ അത് വളരെയധികമുണ്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് ഈ ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ നമുക്ക് ആഹാരത്തിലൂടെ മാറ്റാം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഈ ചിയ സീഡിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നിങ്ങൾക്ക് ബോറടിപ്പിക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ട്. പോഷകങ്ങളുടെ കലവറയാണ്, നാരുകളുടെ കലവറയാണ്, സോലുബിൾ ഫൈബേഴ്സ്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ മൈക്രോഫ്ലോറയുടെ ഫുഡില്ലേ, അത് നമ്പർ 1 ആണ് ചിയ സീഡ്. അതുപോലെ omega-3 ഫാറ്റി ആസിഡ് നിറയുണ്ട്, വൈറ്റമിൻസും മിനറൽസും പോളിഫിനോൾസും ഒക്കെ തന്നെ. അതുകൊണ്ട് ഇതൊരു ഫുൾ മീലാണ് ശരിക്കും ചിയ സീഡ്. അപ്പോൾ എല്ലാ ദിവസവും ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മറ്റുള്ള ചേരുവകൾ എന്ന് പറയുന്നത് ഇഞ്ചി നീര്, അത് വളരെ ഫാറ്റ് ബേണിംഗ് ആണ്. അതുപോലെ ആപ്പിൾ സിഡർ വിനിഗർ ഫാറ്റ് സെൽസിനെ ഡിസോൾവ് ചെയ്യുന്നതാണ്. ലൈപ്പോപൊണക്റ്റിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ നമ്മളുടെ ഈ ബ്രൗൺ ആഡിപ്പോസ് ടിഷ്യൂവിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം അതിനെ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇതെല്ലാം തന്നെ. ബീറ്റ്റൂട്ട് ജ്യൂസ് ആവട്ടെ ഏറ്റവും നല്ല വാസോ ഡയലേറ്ററാണ്, ഏറ്റവും നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, അത് ദാറ്റ് ഈസ് ദ വൺ വിച്ച് മൊബിലൈസസ് ബാഡ് കൊളസ്ട്രോൾ ഫ്രം ദ സൈറ്റ് ടു ദ ലിവർ. അത് HDLൻ്റെ കലവറയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ HDL നന്നായിട്ട് കൂടും, ട്രൈഗ്ലിസറൈഡും VLDLും കുറയും. അത് രണ്ടും ബാഡ് കൊളസ്ട്രോൾസ് ആണ്. അപ്പോൾ അതിനെ കുറേ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ എല്ലാ ചേരുവകളും പരസ്പര പൂരകങ്ങളാണ്. കുരുമുളക് പൊടി ഇതെല്ലാത്തിൻ്റെ എൻസൈമാറ്റിക് ആക്ഷനെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. പിന്നെ ജീരകവും അതുപോലെ തന്നെയാണ്, ഫാറ്റ് സെൽസിന് നന്നായിട്ട് ബേൺ ചെയ്യാൻ സഹായിക്കുന്നതാണ് ജീരകം. ജീരകത്തിൻ്റെ വെള്ളമാണ് നമ്മൾ ചേർത്തത്. ഗ്രീൻ ടീ ഈസ് ഓൾസോ ഈക്വലൻ്റ് എഫക്റ്റാണ്, അതുപോലെ തന്നെയാണ്, ഹൈ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ട്രൈ ഔട്ട് ചെയ്യുക. എനിക്ക് റിസൾട്ടൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.